ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. ആരൊക്കെ കണ്ടോ ഗൈസ്? ഇന്നത് നാരങ്ങ ഉണ്ടാവും, ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടാവും. ഇപ്പോൾ 1-2 നാരങ്ങയുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നാരങ്ങ എടുക്കാം. ഞങ്ങൾ ഇതിൽ നിന്നാണ് അച്ചാറിടാനും എല്ലാം എടുക്കുന്നത്. നമ്മുടെ വെറ്റില നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാം. വേണ്ട, ഇതൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ വീട്ടിലൊക്കെ നമുക്ക് പ്രായമുള്ള അമ്മമ്മമാരൊക്കെ വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. നമ്മുടെ തെങ്ങൊക്കെ തയ്യായിട്ട് നട്ടതിൻ്റെ പാക്കൊക്കെ പൊഴിഞ്ഞിഷ്ടം പോലെ കിടക്കും. നമ്മുടെ കോവലിനകത്ത് കോവയ്ക്കൊക്കെ പറിച്ചെടുക്കാൻ നമുക്ക് ഇന്നത്തേക്ക് മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നത്. ഞങ്ങൾ ഇഞ്ചിയൊക്കെ തന്നെ വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല. നമ്മൾ വീട്ടിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ കുഴിച്ച് വെക്കും. കൃഷിയായിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ കുഴിച്ച് വെക്കുന്നത്. അതൊക്കെ വന്ന് പറിച്ചെടുക്കും. നമ്മുടെ ഏത്തവാഴയൊക്കെ കൊല വന്നിട്ടില്ല, ആയിട്ടുണ്ട്. സാധാ വാഴയുണ്ട്, ഏത്തവാഴയുണ്ട്, എല്ലാം ഉണ്ട്. ഈ പ്ലാവ് വെട്ടിക്കളഞ്ഞ പ്ലാവാണേ, എന്നിട്ട് നേണ്ട കിളിച്ച് നമുക്ക് ചക്ക തരുന്നു. മണ്ടവശം വെട്ടിക്കളഞ്ഞതാണ്. എന്ന് വെച്ചാൽ താഴെ ഇപ്പുറത്ത് ഒരു അമ്പലം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടിക്കോട്ടായിരുന്നു ഇലയൊക്കെ വീഴുന്നത്. ഒടിഞ്ഞ് കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞൊക്കെ വീഴും. അപ്പോൾ ഞങ്ങളതങ്ങ് വെട്ടിയും കളഞ്ഞു. അവർക്ക് ശല്യമാവില്ലല്ലോ, അപ്പം ആണ്ട് വെട്ടിക്കളഞ്ഞു. എന്നാലും നമുക്ക് ചക്ക തരുന്നുണ്ട്, പറിച്ച് കഴിക്കും. നമുക്ക് അച്ചാറിടാം. ഇവിടുന്ന് കിട്ടിയ പാക്ക ഇത്രയുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയിട്ടൊക്കെ എടുക്കാം. പക്ഷേ അങ്ങനെ സാധാരണ ഉണങ്ങാറില്ല. ഇവിടെ തന്നെ കിടന്ന് പനലായി പോവാറാണ്. ഞങ്ങളിത് ഉണങ്ങും ചിലപ്പോൾ ഇതെടുക്കാറുമില്ല. ഇങ്ങനെ തന്നെ കിടന്നു. വഴുതനങ്ങയിൽ വിത്തിനെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ വഴുതനങ്ങ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് മരുന്ന് നിർത്തിയിട്ടുണ്ട്. ഇതിന് വിത്തെടുത്ത് ഉണക്ക സീസണാകുമ്പോൾ ഉണങ്ങിയിട്ട് അടുത്ത സീസണിലേക്ക് നടും. ഇവനൊക്കെ പ്രായമായി, വഴുതനങ്ങ പ്രായമായി, അതിനുവേണ്ടി നിർത്തിയേക്കുക. ഇനി നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്നുള്ളൊരിത്. ഇതൊക്കെ വെറുതെ കളിച്ചതാണ് ഈ പാവലൊക്കെ. കറ്റാർ വാഴ ഒക്കെ നല്ല കരുത്തോടെ നിൽക്കുന്നുണ്ട്. കളയൊക്കെ കയറി നല്ല ചട്ടിയിലൊക്കെ. നമുക്ക് ഇതിനൊന്നും ഒരു പരിചരണവും കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ കിളിച്ചോളൂ. ഒരെണ്ണം കൊണ്ട് നട്ടാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുക. തീപ്പൊള്ളൽ ഏൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അതിൻ്റെ തീപ്പൊള്ളലേറ്റ് പാട് പോലും കാണത്തില്ല. തീപ്പൊള്ളലേറ്റ സ്ഥലമാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആർക്കും മനസ്സിലാകത്തില്ല തീപ്പൊള്ളലേറ്റു എന്ന് പറഞ്ഞാൽ പോലും. തിളച്ച വെള്ളമൊക്കെ വീഴത്തില്ല നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു തണ്ടെടുക്കുക, അന്നേരം തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഒടിക്കുക, പൊള്ളിയ ഭാഗത്തോട്ട് തേക്കുക. അതുമല്ല, നമുക്കിപ്പോൾ നല്ലതായിട്ടാണ് ഇത് പൊള്ളലേറ്റ ഭാഗമാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തേച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് വീണ്ടും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല എഫക്റ്റീവ് ചെയ്യുന്ന സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.